നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. 20-8 ഇതാണ് ഇപ്പോൾ ബംഗാളിലെ ലോകകപ്പ് സമനില തൃണമൂലിൽ അല്ലേ? അതെ. 20 ആ ഗോൾ 20 ഗോൾ വീണ്ടും 21, 22, 21 അങ്ങനെ വരാം, ക്രമാനുഗതമായി മാറിക്കൊണ്ടിരിക്കും. ഏതാണ്ടൊക്കെ ഈ തൃണമൂൽ പിളർന്നു എന്ന് പറയാൻ പറ്റില്ല, തൃണമൂൽ തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിളർന്നാൽ ഇവർ വേറൊരു തൃണമൂലിന്റെ തന്നെ തൃണമൂൽ എന്ന് പറയുമ്പോഴാണ് അത് പിളർപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഘടന 2 അല്ലെങ്കിൽ 3 മാറുമ്പോഴാണ് നമ്മുടെ കേരള കോൺഗ്രസ് പോലെ എല്ലാം ഇപ്പോഴും സജീവമായിട്ടുണ്ട്. ഇതവർ NCPI പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. കേരള കോൺഗ്രസ് വളരും തോറും പിളരും തോറും വളരും. ഇതങ്ങനെയല്ല, ഇത് വളർന്നു പിളർന്നിട്ട് പിന്നെ ഇതിന് വളർച്ചയില്ല. ഒരു വിഭാഗം പൂർണ്ണമായിട്ടും അങ്ങ് വേരറ്റ് പോയി. പിന്നെ പിളർന്ന് ഭൂരിഭാഗം പേര്, അത് ശരിക്കും പറഞ്ഞാൽ തൃണമൂല് പിളർന്ന് ചില വ്യക്തികളെ മാത്രം, ചില നേതാക്കളെ മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് അവർ സമ്പൂർണമായിട്ടും വേറൊരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. അതാണ് പറയേണ്ടത്. അതെ, ഒരു NCPI എന്ന പുതിയ ത്രിപുര ആസ്ഥാനമായ പുതിയൊരു ബംഗാൾ ആസ്ഥാനമായ ബംഗാളും ത്രിപുരയും അല്ല, ബംഗാൾ, ത്രിപുര, ആസാം 3 സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രവർത്തനമുണ്ട്. പക്ഷെ ബംഗാളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പാർട്ടിയാണ് NCPI, നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ. വളരെ ധൈര്യപൂർവ്വം അവർ അതിലേക്ക് ചേരുന്നു. അവർ നേരെ NDAയുടെ ഘടകകക്ഷിയെ പ്രവർത്തിക്കുന്ന അറിയിക്കുന്നു. ഞായറാഴ്ച സ്പീക്കർ ഓം ബിർളയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ടാണ് കത്ത് കൊടുത്തു. കാരണം മറ്റ് ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ സ്വന്തം വസതിയിൽ പോയി കണ്ട് കത്ത് കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ നിയമങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു കൂറുമാറിയവർക്ക് അല്ലെങ്കിൽ വിട്ടുമാറിയവർക്ക് 3-2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവരെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനും അവർക്ക് ബാധകമില്ല. നിയമമൊന്നും അവിടെ അവരെ ഉപദ്രവിക്കാൻ ചെല്ലില്ല. പിന്നെ ഈ കാകോളി ഘോഷിന്റെ വിഷയത്തിൽ കാകോളി ഘോഷ് പാർട്ടി മാറിയ ഒരു നാണംകെട്ട കളിയാണത്. കാകോളി ഘോഷ് രാജിവെച്ചതിന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറുന്നതിന് പിന്നിൽ മകന് നിയമസഭാ സീറ്റ് കൊടുക്കാത്ത, മകൻ ഡോക്ടറാണ്, അപ്പോൾ ചെറുപ്പക്കാരനാണ്, മകന് നിയമസഭാ സീറ്റ് കൊടുക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് ഈ തൃണമൂല് ഒരു വൃത്തികെട്ട കഥ ഇറക്കി. മകൻ പ്രതികരിക്കാൻ നിന്നില്ല, നേരെ പോയി കോടതിയിലൊരു മാനനഷ്ട കേസ് മമതയ്ക്കും അഭിഷേക് ബാനർജിക്കും എതിരെ. കാരണം അതിലും പണി കിട്ടും. അല്ല, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെയായി. അതെ, അഭിഷേക് ബാനർജി എന്ന അഭിഷേക് ബച്ചനൊന്നും അല്ലല്ലോ. അതെ, അഭിഷേക് ബച്ചനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് നമ്മളൊരു ബോളിവുഡ് നടനാണ്, അമിതാഭ് ബച്ചന്റെ മകനാണ്. ഇത് അഭിഷേക് ബാനർജിയാണ്. മമത എന്തിനാണ് ഈ അനന്തര സ്വന്തം സഹോദരങ്ങളെ പോലും വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ട് മമത എന്തിനാണ് ബാനർജി മമതയുടെ ഇളയ സഹോദരൻ, അയാൾക്ക് ഇല്ലാത്ത പരിഗണനയാണ് അഭിഷേക് ബാനർജി കൊടുക്കുന്നത്. അതൊരു കാരണം മമതയുടെ മാനേജറാണ് എനിക്ക് തോന്നുന്നു അഭിഷേക് ബാനർജി എല്ലാ കാര്യത്തിലും. കാരണം അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും ഒക്കെ അഴിമതിയുടെ അടക്കം മാനേജർ അഭിഷേക് ബാനർജി തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിനാണ് ഇപ്പോൾ അദ്ദേഹം ലോക്സഭയിൽ വരെ എത്തി നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ ലോക്സഭയിലെ 28 അതിൽ 20 പേർ ഇപ്പോൾ NCPIയിലേക്ക് മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഉടനെ പോകും. ശരിക്കും ഇനിയൊരു തിരിച്ചു മമതയ്ക്ക് സാധ്യമാണോ? അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ NCPI എന്ന് പറഞ്ഞ പാർട്ടി നേരത്തെ ഈ പാർട്ടി രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. ഈ ബംഗാളിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ത്രിപുരയിലും ആസാമിലും പ്രവർത്തനമുണ്ട്. നമുക്കറിയാം, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളുണ്ട്. ഇപ്പോൾ NPP, നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി, അത് പഴയ നമ്മുടെ സ്പീക്കർ സാങ്മയുടെ മകനാണ് ഇപ്പോൾ അവിടെ മിസോറാമിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അവരൊരു ദേശീയ പാർട്ടിയാണ്. കാരണം നിരവധി സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രവർത്തനമുണ്ട്, ഭരണമുണ്ട്, അവർക്ക് MP-മാരുണ്ട്, നിശ്ചിത ശതമാനം വോട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ള പാർട്ടികൾ ഈ നമുക്ക് പരിചിതമല്ല. ഈ ശരിക്കും ഒഡീഷ, ബംഗാൾ, ഇപ്പോഴാണ് നമ്മൾ ഈ ആസാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ഹിമന്ത ബിശ്വ അവിടെ വരികയും അവിടെ വലിയ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് അതുമായി മുന്നോട്ട് പോവുകയും, പ്രത്യേകിച്ച് ഈ നുഴഞ്ഞുകയറ്റം റോഹിംഗ്യകളുടെ അതുപോലെ ബംഗ്ലാദേശികളുടെ അതിനൊക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഈ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് അവിടെ നുഴഞ്ഞു കയറിയവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അവരെല്ലാം അവിടുന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വന്നപ്പോഴാണ് ഹിമന്ത ബിശ്വയെക്കുറിച്ചുള്ള വാർത്തകൾ സജീവമാകുകയും അത് ചർച്ചയാകുകയും അത് കേരളത്തിലും അതൊക്കെ എത്തുകയും ചെയ്തു. മാത്രമല്ല, തുടർച്ചയായിട്ട് അദ്ദേഹം ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയായി ആസാമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് അവിടെ ഉപ്പുവെച്ച കലം പോലെ തകർന്നുപോയി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ.
അപ്പോൾ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ചില പാർട്ടികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ പുറകിൽ BJP-യാണ്. അതായത് BJP നേരിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ BJP ആയിട്ട് ചെന്നാൽ അവിടെ BJP-ക്ക് സ്വീകാര്യത കിട്ടില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് BJP എന്ത് ചെയ്തു, അവിടെ BJP ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിൽ ചില നേതാക്കളെയൊക്കെ വെച്ചുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ വിട്ടു. ഇതവർ കേരളത്തിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ BDJS-ൻ്റെ രൂപീകരണവും ഒരു കാലത്ത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടെന്നൊരു പ്രവേശനം കിട്ടാതെ കാലങ്ങളായിട്ട് ഇങ്ങനെ പതുക്കെ വളരെ സ്ലോയിലാണത് കയറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പെട്ടെന്നൊരു ബൂം ഉണ്ടാക്കാനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമന്ത്രിയെ കാണുകയും ചില ചർച്ചകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ BDJS എന്ന് പറയുന്ന ഭാരതീയ ധർമ്മജന സംഘം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമാകുന്നതും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ BJP-യുടെ ചില രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ നമുക്കതിനകത്തൊരു തെറ്റ് പറയാൻ കഴിയില്ല. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും. ഞങ്ങൾക്ക് നേരിട്ട് അവിടെ പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് അതിന് വേറൊരു വഴി നോക്കി, വളഞ്ഞ വഴി എന്ന് തന്നെ പറയാം. പക്ഷെ ആ വളഞ്ഞ വഴിക്കകത്ത് എന്താണ് അധാർമികത, എന്താണ് മര്യാദകേട്, അങ്ങനെയൊന്നും പറയാനില്ല. അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വോട്ട് പ്രാദേശിക പാർട്ടിയായി ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് ആ വോട്ടുകൾ നേടി വരുന്നു. ഇപ്പോൾ നമുക്ക് പറയാം അസാസുദ്ദീൻ ഒവൈസിയും BJP ആയിട്ടൊരു അന്തർധാരയുണ്ടെന്നാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആരോപിക്കുന്നത്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമൊന്നുമല്ല. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം. കാരണം ഈ ചില പ്രധാന സ്ഥലങ്ങളിൽ രാഷ്ട്രീയ എതിരാളിയെ തോൽപ്പിക്കാൻ ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് വരുത്തണം. അത് BJP പശ്ചിമബംഗാൾ തന്നെ അതെ, ഹുമയൂൺ കബീറും ഒവൈസിയൊക്കെ ആയി മാറി. അവർ മുസ്ലിം വോട്ട് കുറച്ച് കൊണ്ടുപോയി, കുറേ BJP-ക്കും കിട്ടി. അപ്പോൾ മമത തകർന്നുപോയി. അതൊക്കെ രാഷ്ട്രീയത്തിൽ ചില അടവ് നയങ്ങളാണ്. അതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ NCPI എന്ന് പറയുന്ന പാർട്ടി നേരത്തെ രൂപീകരിച്ചിരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും എന്ന് കൃത്യമായി അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പകിട എറിയുന്ന രാഷ്ട്രീയ ചാണക്യൻ അറിയാം, അമിത്ഷായ്ക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താ, ജയറാം രമേശ് പറയുകയാണ് പിന്നെ അവിടെ വലിയ അധാർമികതയാണ്, ഈ BJP തട്ടിപ്പാണ് നടത്തുന്നത്, ഈ NCPI എന്ന് പറയുന്നത് BJP-യുടെ തന്നെ ഭാഗമാണ്. അതുമാത്രമല്ല BJP ആകെ ഭയന്നിരിക്കുകയാണ്. എങ്ങനെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എപ്പോൾ വേണമെങ്കിലും പാലം വലിച്ചിങ്ങ് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ വരും. അതായത് ഇവരിപ്പോൾ നോക്കുന്നത് എന്തെന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടി, അതുപോലെ ശരത് പവാർ, ഇവരെല്ലാം കോൺഗ്രസ്സിൽ ലയിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ DMK സ്റ്റാലിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കോൺഗ്രസ്സിൽ ലയിക്കും. അപ്പോൾ കോൺഗ്രസ് കുറേ കൂടെ ശക്തമാവും, വലിയ പാർട്ടിയാവുമ്പം കോൺഗ്രസ് വിളിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല സ്ഥാനങ്ങൾ തരാം. ചന്ദ്രബാബു നായിഡുവിന് ഉപപ്രധാനമന്ത്രി അയാൾ വരാൻ സാധ്യതയില്ലേ, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഈ മലർപ്പൊടിക്കാരൻ സ്വപ്നം കാണുന്നത് പോലെയാണ് സ്വപ്നം കാണുന്നത്. രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നും ഭാവി പ്രധാനമന്ത്രിയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ ആത്യന്തികമായ റിസൾട്ട്. അതാണ്. ഇരിക്കട്ടെ. ഇപ്പോൾ ജയറാം രമേശ് പറയുന്നത് BJP ആകെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് BJP ഇത്തരത്തിൽ പുതിയ ചില ഘടകകക്ഷികളെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമം നടത്തുകയാണ്. ആണെങ്കിൽ തന്നെ എന്താ തെറ്റ്? നമുക്കതിനകത്ത് എന്ത് തെറ്റ് പറയാൻ കഴിയും? അവർ വിമതരായിട്ട് അവിടുന്ന് 28 പേരിൽ 20 പേര് ഒരുമിച്ചിങ്ങി വരികയാണ്. ആ 20 പേരും, അതായത് ജയറാം രമേശിനെ കൊണ്ടൊന്നും സ്വന്തം കോൺഗ്രസിനെ കോൺഗ്രസ് നേതൃത്വം നൽകേണ്ട ഇന്ത്യ മുന്നണിയെ ഈ വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങളിൽ ജയറാം രമേശിനെ പോലെയുള്ളവർ ദന്തഗോപുരവാസികളാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. മറ്റത് അവിടെ ഇരുന്ന് വലിയ സൈദ്ധാന്തികന്മാരാണ്. ഈ സൈദ്ധാന്തികന്മാർക്കൊരു വലിയ കുഴപ്പമുണ്ട്. അവർ സിദ്ധാന്തം നൂല് പിടിച്ചു കൊണ്ടുപോകും. പക്ഷെ പ്രായോഗികമായിട്ട് അവർക്ക് ഒരു അനുഭവജ്ഞാനം ഉണ്ടാവില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അതില്ലാത്തിടത്തോളം കാലം
അതുകൊണ്ടാവില്ല. ഇവരെ കൊണ്ട് നല്ല തീസിസ് എഴുതാൻ പറ്റും, നല്ല PhD എടുക്കാൻ പറ്റും, നല്ല പ്രഭാഷണം നടത്താൻ പറ്റും. ഈ പ്രഭാഷണം ഇട്ട് വേവിച്ചാൽ ചോറാകത്തില്ല, അരിയിട്ട് വേവിച്ചാലേ ചോറാകുകയുള്ളൂ. അതിന് അരി ഇവിടെ ഉണ്ടാകണം, അതിന് മണ്ണിലിറങ്ങി പണിയെടുക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം. അങ്ങനത്തെ ജനകീയ നേതാക്കൾ കോൺഗ്രസിൽ നിന്നില്ല. അതാണ് കോൺഗ്രസ് തുടരെ പരാജയപ്പെടുന്നത്. ഈ ജനകീയ നേതാക്കൾ കേരളത്തിലുള്ളത് കൊണ്ടാണ്, കർണാടകയിലുള്ളത് കൊണ്ടാണ്, തെലങ്കാനയിലുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചു വന്നത്. പല സ്ഥലത്തും കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് അങ്ങനത്തെ ജനകീയ നേതാക്കൾ പ്രാദേശികമായിട്ട് അവർക്കുണ്ട്, അതുകൊണ്ടാണ്. അതില്ലാത്ത സ്ഥലത്തൊക്കെ കോൺഗ്രസ് ഇല്ല. UP, ബീഹാർ, ബംഗാൾ കോൺഗ്രസ് ഇല്ല, പോയി. ബംഗാളിൽ ഒരു അധീർ രഞ്ജൻ ചൗധരി മാത്രമേ ഉള്ളൂ. ആ അധീർ രഞ്ജൻ ചൗധരിയെ മമതയ്ക്ക് വേണ്ടി ബലിയാടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. സ്കേപ്പ് ഗോട്ടാക്കി കളഞ്ഞു. അതാണ് കോൺഗ്രസ് ചെയ്ത തെറ്റ്. അധീർ രഞ്ജൻ ചൗധരിയുടെ പുറകിൽ ഉറച്ചു നിന്ന് അദ്ദേഹത്തെ ഫൈറ്റ് ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് കിട്ടിയതിൻ്റെ ഒരു ഓഹരി കോൺഗ്രസിനും കിട്ടിയേനെ. മമതയോടുള്ള എതിർപ്പ്, മമതയോടുള്ള വിരോധം, അത് ഒരു 10 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് നല്ല രീതിയിൽ ആ അധീർ രഞ്ജൻ ചൗധരിക്കൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 MLA കിട്ടിയേനെ. അതിന് പകരം ഈ കാരണം ഇവിടെ ഈ ഡൽഹിയിൽ കുളം കലക്കണമെങ്കിൽ മമതയുടെ പിന്തുണ വേണമല്ലോ. മമതയാണെങ്കിലോ പുല്ല് വിലയാണ് കോൺഗ്രസിന് കൊടുത്തിരുന്നത്, പുല്ല് വില. ഈ രാഹുലിനെയും സോണിയെയൊക്കെ നീ അപമാനിക്കാനൊന്നുമില്ല, ഇപ്പൊ പോയി കെട്ടിപ്പിടിക്കുക. നാണം കെട്ട വിളിച്ചു വരുത്തി കെട്ടിപ്പിടിക്കണം. നാണം കെട്ട വർഗം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇരിക്കട്ടെ. അപ്പോൾ BJP വളരെ സമർത്ഥമായിട്ട് ഈ NCPI എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി. ഇപ്പോൾ എന്താ പറ്റുന്നത്? മമതയുടെ കൂടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട കാകോലി ഘോഷിനെയാണ് ഈ പാർട്ടിയുടെ അധ്യക്ഷയാക്കി വെച്ചിരിക്കുന്നത്. കാകോലി ഘോഷ് മമതയെ വിട്ട് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തന്നെ കാകോലി ഘോഷ് വെടിപൊട്ടിച്ചു. അവർ വിമത ശബ്ദം ഉയർത്തി, അവർ പുറത്തു പോയി, അവരിപ്പോൾ ഈ പാർട്ടിയുടെ അധ്യക്ഷയായി മാറി. ഈ NCPIയുടെ ഇനി ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് മമതയുടെ ഏറ്റവും അടുത്ത അനുയായി സുദീപ് ബന്ദോപാധ്യായ. സുദീപ് ബന്ദോപാധ്യായ മമതയെ വിട്ടിട്ട് വിമതരോടൊപ്പം ചേർന്നിരിക്കുകയാണ്. MP ആണ്. ഇനി അവിടുത്തെ മറ്റൊരു MLA നേരത്തെ കൽക്കട്ട മേയറായിരുന്നു, കൽക്കട്ട മുൻ മേയർ ഫർഹാദ് ഹക്കീം. ഈ ഫർഹാദ് ഹക്കീം കൽക്കട്ട പോർട്ട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണിപ്പോൾ. മുമ്പ് മേയറായിരുന്നു, ഇപ്പോൾ MLA ആണ്. അദ്ദേഹം ഇവരെ വിട്ടിട്ട് വിമതരോടൊപ്പം പോയിരിക്കുകയാണ്. അതായത് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ നേതാക്കൾ, അത് ഒരു കൗൺസിലറാകട്ടെ, ഒരു മേയറാകട്ടെ, ഒരു MLA ആകട്ടെ, ഒരു MP ആകട്ടെ, അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത തൃണമൂലിൻ്റെ എന്തെങ്കിലും ചുമതല വഹിക്കുന്ന ഒരു നേതാവാകട്ടെ, അവരെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ തൃണമൂലിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അത് 90% BJPയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിലേക്കാണ് അവർ പോകുന്നത്. കാരണം അധികാരമുള്ളിടത്തെ ഇവറ്റകളെല്ലാം നിൽക്കുള്ളൂ. NCPI ഇപ്പോൾ കേന്ദ്രത്തിലാണ്, MP-മാരാണ് ഇപ്പോൾ NCPയിലേക്ക് പോയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് അത് നമ്മുടെ ഈ ഋതപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള MLA-മാർ ബംഗാളിലേക്ക് വരികയാണ്. അങ്ങോട്ട് പോകാൻ ബംഗാൾ സംസ്ഥാനത്തും അത് കൂടുതൽ MLA-മാരുടെ പാർട്ടിയാണ്. മാത്രമല്ല, ഇതിനകത്തൊക്കെ എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യപ്രദേശിൽ നമുക്കറിയാമല്ലോ, അവിടെ മീനാക്ഷി നടരാജൻ്റെ പത്രിക തള്ളി. അതിനകത്ത് ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, പത്രിക തള്ളി. അപ്പോൾ പിന്നെ കോൺഗ്രസ് എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്ന MLA-മാരെ എല്ലാം നേരെ പിടിച്ച് പൂട്ടി കർണാടകയിൽ റിസോർട്ടിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിയിട്ടു, BJPക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഇപ്പം 80 MLA-മാർ മമതയ്ക്കൊപ്പം ഉണ്ട്. ഒരു 58 പേരെങ്കിലും വന്നാൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം ഇപ്പം 40 MLA-മാരേ ഉള്ളൂ. ഋതപ്രതാ ബാനർജിയുടെ കൂടെ 32 പേരേ ഉള്ളൂ എന്നൊരു വാർത്തയുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകളിലും നാഷണൽ മീഡിയയിലും ഒക്കെ വന്നിരുന്നു. ശരി, ഈ 32-നെ എങ്ങനെ ഒരു 28 കൂടെ ചേർത്ത് 60 ആക്കാം? ഈ ഇക്വേഷൻ ഋതപ്രതാ ബാനർജിക്കോ കോൺഗ്രസ്സിനോ CPM-നോ മമതയ്ക്കോ സ്റ്റാലിനോ ഒന്നും കളിക്കാൻ അറിയില്ല, കഴിയുകയുമില്ല. അത് കളിക്കാൻ അറിയുന്നയാൾ അമിത്ഷായാണ്, BJP-യാണ്. അവർ 32 ഋതപ്രതാ ബാനർജി ഇവർ കയ്യും കെട്ടി മിണ്ടാതിരിക്കുകയാണ്. BJP എന്താ ഞങ്ങൾ ഇതിനകത്തൊന്നുമില്ല, അവരെ പാർട്ടി പിളർന്നു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഇവിടെ 208 MLA-മാരുണ്ട്, ഞങ്ങൾ സുഖമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല.
അവർ പിളരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവരുടെ കാര്യം. പിളർന്നാലും പിളർന്നില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല, ഒരു ചുക്കുമില്ല. BJPക്ക് പേടിക്കേണ്ടതായ ഒന്നുമില്ല. അപ്പോൾ ഈ 32 MLA-മാരുള്ള ഋതപ്രതാപ് ബാനർജി കൂറുമാറ്റ നിരോധന നിയമം വരും, പിടി വീഴും എന്ന് മനസ്സിലാകുന്നതും ഓടി വന്ന് അമിത്ഷായുടെ കാലേ വരും. അമിത്ഷാ പറയും, ശരി, എന്താ വേണ്ടേ, അത് നമുക്ക് കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, നിങ്ങളെ കൂടെ നിൽക്കാം. ശരി, അമിത്ഷാ അതിനുള്ള രാഷ്ട്രീയ ചരടുവലികളെല്ലാം നടത്തും. ബാക്കി MLA-മാരെല്ലാം അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ധാർമ്മികത നമുക്ക് ചോദ്യം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അത് ഈ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അത് അധാർമികതയായിരിക്കും. പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ ഹിതം എന്ന അർത്ഥത്തിൽ അവിടെ മമതയെ നിലംപരിശാക്കേണ്ടത് കേവലം BJPയുടെ മാത്രമല്ല, രാഷ്ട്രസ്നേഹികളുടെ മുഴുവൻ ആവശ്യമാണ്. കാരണം ഈ സ്ത്രീ ഈ ഒരു പിശാചു ബാധിച്ചതുപോലെ പ്രവർത്തിച്ച ഈ സ്ത്രീ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, ഈ രാജ്യത്തെ വീണ്ടും വിഭജിക്കാൻ, നശിപ്പിക്കാൻ ഒക്കെ ശത്രുക്കളുമായിട്ട് കൈകോർത്തു എന്ന് വരെ ആക്ഷേപവും ആരോപണവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച് ഒറ്റ സംഭവം മാത്രം മതി. ആ വേലി കെട്ടാനുള്ള ഭൂമി, അതിർത്തിയിൽ വേലി കെട്ടി സുരക്ഷിതമാക്കാൻ ഫെൻസിങ് നടത്താനുള്ള ഭൂമി സുപ്രീം കോടതി വരെ പോയി അതിനെ എതിർത്തിരിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീക്ക് സ്നേഹം രാജ്യത്തിനോടാണോ അതോ മറ്റു വല്ലതിനോടോ ആണോ? വിശാല ബംഗ്ല എന്നിട്ട് അമർ സോന ബംഗ്ല എന്ന് പറഞ്ഞൊരു പാട്ടും ഉണ്ടാക്കി. ബംഗാളിൻ്റെ ദേശീയ ഗാനം നമ്മുടെ രാഷ്ട്രത്തിന്റെ ദേശീയ ഗാനമാണ്. ജനഗണമന ഉണ്ടായതേ അവിടുന്നാണ്. വന്ദേ മാതരവും ജനഗണമനയും രണ്ടും ഉണ്ടായ മണ്ണ് ബംഗാളിൻ്റെതാണ്. ആ ബംഗാളിനെയാണ് ബംഗ്ലാദേശുമായിട്ട് ചേർത്തൊരു വിശാല ബംഗാൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം എവിടെയൊക്കെയോ നടന്നത്. അതിന് പല വിദേശ ശക്തികളും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിലെ ജനങ്ങൾ ആ ബംഗ്ലാദേശികൾ അടക്കമുള്ളവയെ അടിച്ചു പുറത്താക്കി ഈ രാഷ്ട്രത്തിൻ്റെ തനതായ സ്വത്വം വീണ്ടെടുക്കുന്നതിൽ വിജയിച്ചു. അവിടെ ഹിന്ദുവും മുസ്ലിമും ഞാനിത് 1905 ബ്രിട്ടീഷുകാരൻ്റെ വിഭജനം എങ്ങനെയാണോ ബംഗാളി ജനത ഒറ്റക്കെട്ടായി നിന്ന് 1910 പരാജയപ്പെടുത്തിയത്, സമാനമായൊരു സംഭവമാണ് 2026 നടന്നിരിക്കുന്നത്. ബംഗാൾ ജനത ഒറ്റക്കെട്ടായി, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും സിഖും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് മമതയെ തൂത്തെറിഞ്ഞു. അവിടെ നിന്ന് നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോലും മമതയ്ക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല. അതാണ് ബംഗാളിൻ്റെ സ്വത്വം, അതാണ് ബംഗാളിൻ്റെ വീര്യം, അതാണ് ബംഗാളിൻ്റെ അന്തസ്സ്, അതാണ് ബംഗാളിൻ്റെ പാരമ്പര്യം. ആ പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യമാണ്. അതാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. അമിത്ഷാ കയ്യും കെട്ടി അങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്, ഗാലറിയിലിരുന്ന് കളി കാണുകയാണ്. സമയമാകുമ്പോൾ ഋതപ്രതാപ് ബാനർജി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും, കാലേ വീഴും, വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ തന്നെ കാകോലി ഘോഷിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ ബാക്കി മമതയുടെ കൂടെ നിൽക്കുന്ന മമതയായിട്ട് യോജിപ്പില്ലാത്ത MLA-മാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സംസാരിക്കൂ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, ഈ കൂടാരത്തിൽ കൊണ്ടുവന്നാൽ അവർക്ക് ഏതൊക്കെ സ്ഥാനം കൊടുക്കണം, എവിടെയൊക്കെ ഇരുത്തണം, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നിങ്ങൾ സംസാരിക്കൂ. ബാക്കി കാര്യങ്ങൾ വഴി പോലെ നടക്കട്ടെ. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ടകടകടകയെന്ന് പറഞ്ഞ് നടക്കും. ഇത് അമിത്ഷായുടെ തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രമാണ്. അതിലിന്ന് അദ്ദേഹത്തെ വിജയിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ. എന്തായാലും ബംഗാളിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതിലേക്ക് ഈ സുദീപ് ബന്ദോപാധ്യായും ഫർഹാദ് ഹക്കീമും അടക്കമുള്ളവർ വരും. അവരും ഇതിൻ്റെ ഭാഗമായിട്ട് BJPയെ പിന്തുണച്ച് നിൽക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ലക്ഷ്യം വെക്കുന്നത് ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷും ഒക്കെ പോകും എന്ന് ഒരു പേടിയും BJPക്കില്ല, അമിത്ഷായ്ക്ക് ഒട്ടുമില്ല. കാരണം അതിനൊക്കെ വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരുദ്ദേശിക്കുന്നത് 370 സീറ്റിലേക്ക് കുറഞ്ഞത് എത്തിക്കണം NDAയെ. കാരണം 2/3 ഭൂരിപക്ഷം വേണം, എങ്കിലേ അവരുദ്ദേശിക്കുന്ന ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിന് എന്തായാലും ഇനിയിപ്പം ഈ വേറെ ഇടക്കാല തെരഞ്ഞെടുപ്പൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ 2029 ഇനി തെരഞ്ഞെടുപ്പ് 3 വർഷം ഇനിയുണ്ട്. ഈ 3 വർഷത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ടും ഇതെത്തണം.
ഇപ്പോൾ തന്നെ പിന്നെ 313 ഈ 20 പേരൂടെ ആയപ്പോൾ 313 MP-മാരുടെ പിന്തുണയായോ ലോക്സഭയിൽ. രാജ്യസഭയിൽ ഇപ്പോൾ ബംഗാളിൽ 3 പേര് രാജിവെച്ചു. ബംഗാളിലാകെ 13 MP-മാരാണ്, രാജ്യസഭ MP-മാരാണ് ഇവർക്കുള്ളത്. ആ 13 MP-മാരിൽ 3-4 പേര് രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവരും താമസം വിന അവിടുന്ന് ചാടും. അത് ഒരു തീപിടിച്ച കൂടാരമാണ്. അതുകൊണ്ട് അതിനകത്ത് ആൾക്കാർ നിൽക്കാൻ സാധ്യത ഒട്ടും തന്നെ ഞാൻ കാണുന്നില്ല. അവർ ചാടും. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം നേരിട്ട് BJP-യിലേക്ക് വന്നില്ലെങ്കിലും BJP-യുടെ ഒരു ഘടകകക്ഷിയായ NCPI എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ഇവർ ചേക്കേറും. അതിനെ ഒരു ബംഗാൾ സ്വഭാവത്തോടു കൂടി ഇതൊക്കെ ഈ ബംഗാളി വികാരം ആളിക്കത്തിക്കാൻ മമത ശ്രമിക്കുമ്പോൾ BJP തിരിച്ച് അതേ നാണയത്തിൽ തന്നെ നിങ്ങളൊരു ബംഗാളി പാർട്ടിയാണ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നല്ല, അത് ഞങ്ങളവിടെ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത്തരം ഗിമ്മിക്കുകളൊന്നും മമതയുടെ ഇനി ഓടില്ല. അതിനെല്ലാം കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടതിനെല്ലാം ബ്ലോക്ക് ചെയ്ത് ഒരു തരത്തിലും ഇടം വലം തിരിയാൻ പറ്റാത്ത വിധത്തിൽ മമതയ്ക്ക് ചെക്ക് വയ്ക്കുകയാണ് BJP ചെയ്തിരിക്കുന്നത്. അത് അവസാനം മമത തല താഴ്ത്തി കൊടുക്കും. തീർച്ചയായിട്ടും അവിടെ ആ കരുവിനെ വെട്ടി വീഴ്ത്തും BJP, ഒരു സംശയവുമില്ല. കാര്യങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.